ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തിന് നമുക്കൊരു പായസം തയ്യാറാക്കാം. ഞാൻ അടപ്പായസം തയ്യാറാക്കുന്നത് അടപ്രഥമൻ. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയെടുക്കാം. കുറച്ച് നേർങ്ങനെ ആയിട്ട് വേണം കലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വിസ്ക് വെച്ച് കലക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിൽ ഇതേപോലെ ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്ത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റോളം ആവിയിൽ നമുക്കിത് വേവിച്ചതിന് ശേഷം പുറത്തെടുത്ത് തണുത്തതിന് ശേഷം നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് അടപ്രഥമൻ്റെ അട തയ്യാറാക്കാൻ വേണ്ടി പറ്റും. അത് ഇതുപോലെ തയ്യാറാക്കിയാൽ മതി. ഇനി നമുക്കിത് ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ഇളക്കിയെടുക്കാം. ഇനി കുറച്ച് സാധാരണ നമ്മളെ വെള്ളത്തിലേക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പറ്റൊക്കെ ഉണ്ടെങ്കിലൊന്ന് ഇളകിപ്പോകാൻ വേണ്ടിയാണ്, ഒട്ടിപ്പിടിക്കുന്നതൊക്കെ. എന്നിട്ട് ഒരു അരിപ്പയിലേക്ക് നമുക്ക് ഊറ്റിയെടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ അട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാബുനരി കൂടി പ്രഥമനിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കഴുകിയിട്ട് വേവിക്കാൻ വെക്കാം. കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയാണ് ഈ സാബുനരി ചേർക്കുന്നത്. അപ്പോൾ ഒന്ന് കഴുകിയെടുത്തിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് പ്രഥമന് ആവശ്യമായ മധുരത്തിന് വേണ്ടി ഞാൻ 1/2 കിലോ വെല്ലം ആണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെല്ലം നന്നായി ഉരുകുന്ന സമയം കൊണ്ട് നമുക്ക് ഉരുളി വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കഴുകി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറുത്ത് കോരി വെക്കണം. ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് കോരി മാറ്റിയതിന് ശേഷമാണ് മുന്തിരി വറുത്ത് കോരുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒരു പാത്രത്തിലേക്ക് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കോരി മാറ്റി വെച്ച അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ വെല്ലം ഉരുകി വന്നിട്ടുണ്ട്. ആ ഉരുക്കിയ വെല്ലം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിലപ്പോൾ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി അരിപ്പയിലേക്ക് കൂടി ഒഴിച്ചിട്ട് ബാക്കി വെല്ലം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് കുറുകി വരണം. കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്ത് തിളക്കാൻ വെക്കാം. പിന്നെ ഞാൻ വേവിക്കാൻ വെച്ച സാബുനരി നന്നായി വെന്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് വെന്ത് നമ്മുടെ ഈ അടയിലേക്ക് ഇതൊക്കെ പിടിക്കേണ്ട സമയം നോക്കിയിട്ട് പിന്നെ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പാലൊക്കെ ആദ്യമേ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു. ഇത് നമ്മൾ പാലും ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഇനി കുറച്ചും കൂടി ഒന്ന് നന്നായി തിളച്ച് വരണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. കാരണം മധുരം ഒന്ന് ബാലൻസായി വരാൻ വേണ്ടി. ഇതിനി ഒന്ന് പതച്ച് കുറുകി വരുന്നവരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഏലക്കായപ്പൊടി ചേർത്ത് കൊടുത്തത്. കാണുന്നില്ലേ, ഇതാ നന്നായി കുറുകിയിട്ടുണ്ട്. ഇനി ഒരൽപ്പം ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കുറച്ച് ചുക്കുപൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി കുറുകിയതിന് ശേഷം നമുക്ക് നമ്മുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഇതാ 1ാം പാലാണിത്. അപ്പോൾ പായസം നന്നായി കുറുകിയിട്ടുണ്ട്. 1ാം പാല് ചേർത്ത് കൊടുത്താൽ പിന്നെ തിളക്കാൻ
വെക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറുതായി ഇങ്ങനെ നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന പായസത്തിലേക്കാണ് ഒഴിച്ചു കൊടുത്തത്. ആ വരുന്ന സമയത്ത് തന്നെ നമുക്കിതൊന്ന് ഓഫാക്കാം. ഞാൻ ഇതിൻ്റെ തീ ഓഫാക്കിയിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്ത് കൊടുത്തു. നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ നേരത്തെ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ പ്രഥമൻ റെഡിയായി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. താങ്ക് യു.